എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ കൈഡോയും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനും വമ്പൻ ആയുധങ്ങളും ഉപയോഗിച്ച് പൊരിഞ്ഞ പോരാട്ടം. കൈഡോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആളുടെ മകളുടെ പവർ കണ്ട് വണ്ടർ അടിക്കുകയാണ്. ഇത്രയും പവർ അത് അവൾ കൊണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഓ നോ, നീ എന്നെ പോലെ നല്ല പവർഫുൾ ആണല്ലേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. ആ വാനോ കിൻഡത്തിന്റെ ഷോഗണായി നീ മാറണം. എനിക്ക് ശേഷം നീ വേണം ഈ ലോകത്തെ അടക്കി ഭരിക്കാനായിട്ട്. നമ്മുടെ പാരമ്പര്യം അത് നീ മുൻപോട്ടേക്ക് കൊണ്ടുപോകണം. നീ അതിന് തയ്യാറാണെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സപ്പോർട്ടും നിനക്ക് എപ്പോഴും ഞാൻ തരും. അതിനവളാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, മറ്റുള്ളവരെ ഉപദ്രവിച്ചും നിങ്ങളെപ്പോലെ ഒരു ദുഷ്ടനായിട്ട് ജീവിക്കാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വാനോ കിൻഡം അത് ഓടനും മൊമന്റോസ്കിക്കും അവകാശപ്പെട്ടതാണ്. അവർക്ക് തിരികെ പിടിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്കൊരിക്കലും അധികാരമോഹമില്ല. ഞാൻ അതിൽ കണ്ണു മഞ്ഞളിച്ച് വീഴുന്ന ഒരാളല്ല. കൈഡോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ ആ ലൂഫിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? ഓൾറെഡി അവന്റെ മുഖത്ത് ആഞ്ഞടിച്ച് അവനെ ഞാൻ കടലിലേക്ക് തള്ളിയിട്ടു. അവൻ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇനി രക്ഷപ്പെട്ടു വരാനായിട്ട് കഴിയില്ല. ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. നീ ഒരു ചെറിയ പെൺകുട്ടിയാണ്. നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ നീ കാണിക്കണേ. ആദ്യം നീ നിന്റെ പപ്പ പറയുന്ന അനുസരിക്ക്. ഞാൻ നിന്റെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ലൂഫിയെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞു. വിജയ ശതമാനം അത് എന്നോടൊപ്പമാണ് കൂടുതൽ. സോ ഇനിയെങ്കിലും നീ എന്നോടൊപ്പം ചേര്. അതിനവൾ ടെററായി അവളുടെ ആയുധം ഇതങ്ങനെ മുകളിലേക്ക് ഉയർത്തി തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. ലൂഫിയെ കൊല്ലാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അവൻ തിരികെ വരുമെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അവളാണെങ്കിൽ അവളുടെ മോൺസ്റ്റർ ഫോമിലേക്ക് അങ്ങനെ ട്രാൻസ്ഫോം ആവുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാഞ്ചിയും ക്വീനും അവർ രണ്ടുപേരും ായിട്ട് നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സാഞ്ചിക്ക് നന്നായിട്ട് അറിയാം ക്വീൻ നിസ്സാരക്കാരനല്ല എന്ന്. അവനൊരു സൈബോർക്കാണ്. മാത്രമല്ല അവന് നല്ല തൊലിക്കട്ടിയാണ്. സാഞ്ചി അവന്റെ ഫുൾ പവർ കാലിലേക്ക് കൊടുത്ത് അങ്ങനെ കറങ്ങി വന്ന് അതിന്റെ നടുവിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അതിന്റെ നടു തകർന്നു പോകും. ക്വീൻ ആണെങ്കിൽ ഞൊടിയിടയിൽ അത് ക്ലിയർ ആക്കി ഇപ്പൊ വീണ്ടും ബാക്ക് ടു നോർമലായി വരികയാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. വാനോ കിൻഡത്തിലെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒരാളാണ് ഞാൻ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ബീം വെച്ച് ഇപ്പൊ സാഞ്ചി അറ്റാക്ക് ചെയ്യും. സാഞ്ചി ആണെങ്കിൽ ആ ബീം അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ആ പവർ കുറച്ച് ഇഷ്ടമാവും. വാവ്, ഇത് ശരിക്കും ഒരു അടിപൊളി പവറാണ്. ഇവനെ തല്ലിക്കൊന്ന് എങ്ങനെയെങ്കിലും ഈ പവർ അത് ഫ്രാങ്കിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് സോറോ ആണെങ്കിൽ ആ ഡോക്ടറിനോട് ദേഷ്യപ്പെടും. ഡോക്ടർ ആണെങ്കിൽ സോറോട് ചോദിക്കും, കൺഫേം ആയിട്ടും നിനക്ക് ആ ഒരു മെഡിസിൻ അത് വേണോ? അതിനുശേഷമുള്ള സൈഡ് എഫക്റ്റ് അത് നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. പക്ഷെ സോറോ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് വേണം. പെനി കോസ്റ്റ് അത് ഞാൻ ഏറ്റുവാങ്ങാനും ആ പെയിൻ ഞാൻ ബെയർ ചെയ്യാനും തയ്യാറാണെന്ന് പറയും. ഇത് കാണുന്നില്ലേ സാഞ്ചി അവൻ ഒറ്റയ്ക്ക് ആ ക്വീനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവനിപ്പോൾ എൻ്റെ സഹായം അത്യാവശ്യമാണ്. അത് കേട്ട് ചോപ്പർ ആണെങ്കിൽ ഡോക്ടറിനോട് പറയും, തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം ആ മെഡിസിൻ അത് ഇവന് കൊടുക്കണം. ഇവന്റെ സഹായം അതിപ്പോൾ സാഞ്ചിക്ക് ആവശ്യമാണ്. ഡോക്ടർ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഇഞ്ചക്ഷൻ കയ്യിലെടുക്കും. ഇത് ഞാൻ സോ ഐലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വളരെ പെട്ടെന്ന് നിന്റെ എല്ലാ ഇഷ്യൂസും ഇത് സോൾവ് ചെയ്യും. പക്ഷേ ഇതിന്റെ സൈഡ് എഫക്റ്റ് അത് വളരെ വലുതായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നീ തയ്യാറാണോ? സോറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞാനതിന് തയ്യാറാണെന്ന്. എത്രയും വേഗം എനിക്ക് ആ ഇഞ്ചക്ഷൻ താ. അത് കേൾക്കേണ്ട താമസം ഡോക്ടർ ആണെങ്കിൽ ആ വലിയ ഇഞ്ചക്ഷൻ അത് അവന്റെ ബോഡിയിൽ ഇറക്കുകയാണ്. ആ മെഡിസിൻ ആണെങ്കിൽ അവന്റെ ബോഡിയിലേക്ക് കയറും തോറും അവന് നല്ല രീതിയിൽ പെയിൻ അത് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. മാത്രമല്ല ഒരു ടെമ്പററി ഹീലിംഗ് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി ടീമും ആണെങ്കിൽ ആ സസക്കിക്ക് നേരെ തിരിയും. സസക്കിക്കാണെങ്കിൽ അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് പിടികിട്ടുകയാണ്. കാരണം അവരുടെ ആൾക്കാരെ തന്നെ നമ്മുടെ ആൾക്കാർ ഡൈവേർട്ട് ചെയ്തെടുത്തു. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ വയലറ്റ് പെണ്ണ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അതങ്ങനെ ആലോചിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവനോട് പറയും, എന്തുപറ്റി, നീ പേടിച്ചു പോയോ? നിന്റെ ആൾക്കാർ തന്നെ ഇപ്പൊ നിനക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതിനവൻ ക്യാഷ്ലായിട്ട് പറയും, ഇത് കണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല. നിങ്ങൾ ചതിയിലൂടെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തവരെ എല്ലാവരെയും ഞങ്ങൾ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഫ്രാങ്കിയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ക്വീൻ ആണെങ്കിൽ വീണ്ടും അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇപ്പോ അടുത്ത ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോവാണ്. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കൈഡോയെയും കൈഡോയുടെ മകളെയും കാണിക്കും. കൈഡോ ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം ആഞ്ഞ് തല്ലുകയാണ്. അവളുടെ ഫുൾ പവറിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഇപ്പോൾ ഒരു ബീസ്റ്റായി മാറിക്കഴിഞ്ഞു. കൈഡോ ആണെങ്കിൽ അവളോട് തീർത്തു പറയും, നീ ഒരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതണ്ട. ഈ വാനോ കിൻഡം അത് നിനക്കുള്ളതാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അടുത്ത ഷോഗണായി മാറി എനിക്ക് സെർവ് ചെയ്യേണ്ടതും നീയാണ്. അതിൽ നിന്ന് നിനക്ക് ഒരിക്കലും മാറി നിൽക്കാനാവില്ല. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഈ വാനോ കിൻഡം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഈ വാനോ കിൻഡത്തിന്റെ ശാപം അത് നിങ്ങളാണ് കൈഡോ. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. കാരണം ഞാൻ ഓടനാണ്. മരിച്ചുപോയ ഓടന്റെ ലക്ഷ്യങ്ങൾ അത് നിറവേറ്റുക എന്നതാണ്
ഈ ഓർഡറിന്റെ ചുമതല എന്ന് പറഞ്ഞ് അവളങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ അടങ്ങാത്ത പകയാണ്. കാരണം അവളെ ആ ഒരു ഐലാൻഡിൽ തന്നെ അവൻ ലോക്ക് ചെയ്തു. അവൾക്കാണെങ്കിൽ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ നീന്തി ആ ഒരു ഐലാൻഡിൽ നിന്ന് പോവാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല ഈ ഒരു ഹാൻഡ് കഫ് കൊണ്ട് അവൻ അവളുടെ കൈകൾ ബന്ധിച്ചിരുന്നു. സോ എല്ലാ കാരണങ്ങളാലും അവൾ അവിടെ പെട്ടുപോയി. അതുകൊണ്ടാണ് അവൾക്ക് നിന്ന് പോവാനായിട്ട് കഴിയാഞ്ഞതും അതിന് കാരണക്കാരനായ അവളുടെ പപ്പയോടുള്ള ദേഷ്യം അത് വർഷങ്ങളോളം കൂടിക്കൂടി ഇപ്പൊ വലിയൊരു അണുബോംബ് പോലെ അത് പൊട്ടിത്തെറിക്കുന്നതും അവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ സസക്കി അവനാണെങ്കിൽ അവന്റെ ഫുൾ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയി ഇപ്പൊ ഒരു ബീസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ കയ്യിലുള്ള ആ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് അതങ്ങനെ പുറത്തേക്ക് എടുക്കും. ആ സ്ക്വാഡിലാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ബ്ലേഡുകൾ അതങ്ങനെ നല്ല ഫോഴ്സിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപയോഗിച്ച് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്താൽ മതി, അടുത്ത നിമിഷം അത് മിക്സി അടിയുന്ന പോലെ അവനെ കൊണ്ട് ചിന്നി ചിതറച്ച് കളയാനായിട്ട് കഴിയും. അവൻ ആ സ്ക്വാഡൊക്കെ വീശി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ആ ഗിഫ്റ്റേഴ്സ് അവിടേക്ക് ഓടിയെത്തുക. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ ഫുൾ പവറിൽ സസക്കിയോട് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതല്ല എങ്കിൽ ആ ഒരു സ്ക്വാഡ് എങ്ങനെയെങ്കിലും തട്ടിത്തെറിപ്പിച്ച് കളയണം. അവൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഗിഫ്റ്റേഴ്സ് അവർ വിളിച്ചു പറയും, ഫ്രാങ്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഫ്രാങ്കി ആണെങ്കിൽ അവരുടെ സപ്പോർട്ട് അത് സ്വീകരിക്കും. അതിനുശേഷം ആ സസക്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സസക്കിക്കാണെങ്കിൽ കാര്യം വഷളാകാണെന്ന് മനസ്സിലാകും. അവനാണെങ്കിൽ അവന്റെ കഴുത്തിൽ കടന്ന ബെൽറ്റ് പോലുള്ളൊരു വെപ്പൻ അതും ഇപ്പൊ നല്ല ഫോഴ്സിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സസക്കിക്ക് നല്ല ബോധ്യമുണ്ട് അവന്റെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു അറ്റാക്ക് ചെയ്യണമെന്ന്. എങ്കിൽ മാത്രമേ അവനെ കൊണ്ട് ജയിക്കാനായിട്ട് കഴിയൂ. കാരണം ഇപ്പോ അവന്റെ അടക്കം അസിസ്റ്റൻസ് എല്ലാവരും അവന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനി ആരുടെയും ജീവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരെയും കൊന്നു കളയണമെന്ന് പറഞ്ഞ് ഫോഴ്സിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് അവിടെയുള്ളവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവനെ കൊണ്ട് കഴിയും പോലെ അവന്റെ വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കും. പക്ഷെ സസക്കി അവനാണെങ്കിൽ കറങ്ങി കറങ്ങി അവിടെയുള്ളവരെ എല്ലാവരെയും വെട്ടിത്തിരിപ്പിച്ച് ഫ്രാങ്കിക്ക് നേരെ വലിച്ചെറിയാണ്. സസക്കിയുടെ അറ്റാക്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചുമര് അതുപോലും തകർന്ന് അങ്ങനെ താഴേക്ക് വീണ് അടിയും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും. വാവ്, ഈ ടെക്നിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തീർച്ചയായിട്ടും ഞാനത് റിസർച്ച് ചെയ്ത് എന്റെ ബോഡിയിൽ സെറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഫ്രാങ്കിയാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കുകയാണ്. അതിന് സസക്കി ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത 2 കത്തികൾ അതങ്ങനെ ചാർജ് ചെയ്യാൻ പുറകിലേക്ക് വെക്കും. അതിനുശേഷം കഴുത്തിലുള്ള വലിയ ബെൽറ്റ് അത് കറക്കുകയാണ്. അവൻ ആന്റി ക്ലോക്ക് വൈസ് കറക്കിയതുകൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് പോകും. അതിനുശേഷം അവൻ പൗസ് ചെയ്ത് വീണ്ടും ക്ലോക്ക് വൈസ് കറക്കി ഫ്രാങ്കിക്ക് നേരെ കുതിച്ചു വരും. അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് അതിനെ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഫ്രാങ്കിയുടെ ഓരോ വെപ്പൻസും ആ ഒരു ബെൽറ്റിൽ തട്ടി തെറിച്ചു പോകും. ഫ്രാങ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോരോ ഷീൽഡ് ഉപയോഗിച്ച് കൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു ഷീൽഡിൽ അവന്റെ തല അതങ്ങനെ ഉടക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അവൻ തൂക്കിയെടുത്ത് ഇപ്പൊ അവനെ നിലത്തൊരു ഒറ്റ അട്ടി, ആ ഒരു അട്ടിയിൽ അവൻ തകർന്ന് താഴെ വീഴും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും ലൂഫിക്ക് യാതൊരു അനക്കവും ഇല്ല. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവര് പറ്റും പോലെ വയറിലുള്ള വെള്ളം മുഴുവൻ തന്നെ പുറത്തേക്ക് ഇജക്ട് ചെയ്യിപ്പിച്ചു. ഇനി അവനെ എങ്ങനെ കോൺഷ്യസ് ആക്കും? ഇവിടെ ക്യാപ്റ്റൻ ലോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ലൂഫിയെ നോർമൽ ആക്കിയേനെ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ വീണ്ടും വീണ്ടും ലൂഫിയെ വിളിക്കും. ലൂഫി തുറക്ക്, എല്ലാവരും നിന്നെ വിശ്വസിച്ചാണ് അവിടെ ഫൈറ്റ് ചെയ്യണേ. എത്രയും വേഗം നീ ബാക്ക് ടു നോർമലായി അവിടേക്ക് തിരികെ പോകണം. അടുത്ത നിമിഷം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ലൂഫിയുടെ കൈയും മുഖമൊക്കെ പതിയെ ഷിവർ ചെയ്യാൻ തുടങ്ങുകയാണ്. അവരാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. അവൻ ആ തുറന്ന് എനിക്ക് മീറ്റ് വേണം എന്ന് ഒച്ചത്തില് അങ്ങനെ അലറുകയാണ്. അത് കേട്ട് അവരെല്ലാവരും ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.